അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിഷയത്തിലുള്ള പോരാട്ടമല്ല. അദ്ദേഹത്തിൻ്റെ പോരാട്ടം നിരന്തരമാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് സഹായകരമായിട്ട് ഓരോ വിഷയങ്ങളിലും അദ്ദേഹം ഒരു പൊസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മലപ്പുറം സമ്മേളനത്തിൻ്റെ കാര്യം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും ധരിച്ചത് അദ്ദേഹത്തിന് പരാജയപ്പെട്ടു എന്ന് മനസ്സിലായില്ല എന്നാണ് എനിക്ക് ഓർമ്മയുണ്ടെന്ന്. അപ്പോൾ പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഫോണിൽ വിജയമാഷെ വിളിച്ചിട്ട് പറയുകയാണ്, പോരാട്ടം അവസാനിച്ചിട്ടില്ല, പോരാട്ടം തുടരും. താങ്കളപ്പോൾ വണ്ടിയിലുണ്ട്? ഫോൺ ഇല്ലില്ല, ഞാൻ വണ്ടിയിലില്ല. ഞാൻ കേട്ടോ മനസ്സിലാക്കി. അത് ഫോൺ പോലും കട്ട് ചെയ്യാതെ അദ്ദേഹം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോഴാണ് ഈ കൂടെ ഉള്ളവർക്ക് ഇത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അദ്ദേഹം ആ പോരാട്ടത്തിൽ അവിടെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി. പക്ഷേ ഹീ ലീവ്സ് ടു ഫൈറ്റ് അനദർ ഡേ. മനസ്സിലായോ? അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു 2020 മത്സരമല്ല. അദ്ദേഹം ഒരു നിരന്തരമായിട്ടുള്ള പോരാളിയാണ്. അദ്ദേഹം ഒരു വിഷയം കഴിഞ്ഞാൽ ഇപ്പോൾ ADB വായ്പയുടെ വിഷയത്തിൽ അദ്ദേഹം ക്യാബിനറ്റ് വരെ ഫൈറ്റ് ചെയ്യുന്നു, PV പറഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്നു, അതിൽ ശാസന ഏറ്റുവാങ്ങുന്നു. അപ്പോൾ പുള്ളി VS സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ പലരും ഉണ്ട്. പക്ഷേ അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ അതേ പോരാട്ടം തന്നെയാണ് അദ്ദേഹം അടുത്ത വിഷയത്തിലും തുടരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ADB അല്ല വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹം അടുത്ത വിഷയത്തിൽ തുടരുകയാണ്. മനസ്സിലായി? അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല.